ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു പുതിയ സംഘടനയല്ല. അതൊരു സംഘടന എന്ന് പറയുന്നത് പോലും അസ്ഥാനത്താണ് എന്ന് തോന്നുകയാണ്. എന്തുകൊണ്ട്? സമസ്ത പുതുതായൊന്നും കൊണ്ടുവന്നിട്ടില്ല, സമസ്ത പുതുതായൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല, സമസ്ത ദീനിലുള്ളത് എന്തെങ്കിലും വെട്ടിക്കുറച്ചിട്ടില്ല. പരമ്പരാഗതമായി നടന്നു വന്ന പരിശുദ്ധ ദീനിന് പരിക്കേൽക്കുമെന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉലമാക്കൾ ഉണർന്നെണീറ്റത്. പാരമ്പര്യമായ പരിശുദ്ധ ദീൻ അത് ഒരിക്കലും തന്നെ തകരാൻ പാടില്ല. ആദർശം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നവർ തിരിച്ചറിഞ്ഞു. ആദർശം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആദർശത്തിൽ വൈകല്യമുണ്ടാവുന്നതാണ് മതനിരാസത്തിലേക്ക് പോലും മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ പലരും മതനിരാസം വലിയ സംഭവമായി കാണുമ്പോഴും മതനിരാസത്തിലേക്ക് പാലം വെച്ച് കൊടുക്കുന്ന ആദർശ വൈകല്യത്തെ അവർ നിസ്സാരവൽക്കരിക്കുന്നു. ആദർശ വൈകല്യം ബാധിച്ചവരാണ് മതനിരാസത്തിലേക്ക് എത്തിപ്പെട്ടത്. കേരളത്തിന്റെ മണ്ണിൽ മതനിരാസത്തിന്റെ വക്താക്കളായി വന്ന മുസ്ലിം പേരുള്ള ആളുകളുടെ ഇന്നലകൾ നിങ്ങൾ വായിച്ചു നോക്കൂ. കേരളത്തിന്റെ മണ്ണിൽ ഈ മുസ്ലിം ഉമ്മത്തിനെ മതനിരാസത്തിലേക്ക് യുക്തിവാദത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ച ആളുകളുടെ പിന്നാമ്പുറങ്ങൾ നിങ്ങളൊന്ന് പരതി നോക്കൂ. അവിടെ നമുക്ക് കാണാം പരിശുദ്ധമായ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരാണ് അവര്. അതിനുശേഷം കുറെ കാലം നബീകരണ മതത്തിന്റെ വക്താക്കളായി പ്രവർത്തിച്ചവരാണ് അവര്. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വേലിചാടി പുറത്തുപോയി മതനവീകരണത്തിന്റെ വക്താക്കളായി പ്രവർത്തിച്ച ആളുകളാണ് അവസാനം മതനിരാസത്തിലേക്കും യുക്തിവാദത്തിലേക്കും ചെന്നെത്തിയത്. ബഹുമാനപ്പെട്ട സമസ്ത പറയുന്നത് ആദർശം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദർശത്തിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ മനുഷ്യനെ യുക്തിവാദത്തിലേക്ക് അടുപ്പിക്കും, മതനിരാസത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് തന്നെ ആദർശ വൈകല്യങ്ങളിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ നിമിത്തമാവുന്ന ഏതൊരു പ്രവർത്തനങ്ങളോടും ബഹുമാനപ്പെട്ട സമസ്ത ശക്തമായി പ്രതികരിക്കും. അതിന് സാധ്യത ഉണ്ടാവുന്ന ഏതൊരു സംരംഭത്തോടും ബഹുമാനപ്പെട്ട സമസ്ത പ്രതിരോധിക്കും. അതാണ് ഒരു നൂറ്റാണ്ട് കാലത്തെ സമസ്തയുടെ ചരിത്രം.